പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറക്കുവാൻ തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രോണിക് ഇലക്ടറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അഥവാ Eepic എന്ന പേരിലാണ് ഈ ഡിജിറ്റൽ ID കാർഡുകൾ അറിയപ്പെടുക. എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതും സുരക്ഷിതവുമായ PDF ഫോർമാറ്റിലാണ് ഈ വോട്ടർ ID കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. പുതിയ സംവിധാനം അനുസരിച്ച് നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വോട്ടർ ID കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും അതുപോലെ ഈ ഡിജിറ്റൽ പതിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനും സാധിക്കും. ദേശീയ വോട്ടർ ദിനമായ ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പുതിയ സംവിധാനം പുറത്തിറക്കിയത്. വോട്ടർമാരുടെ സൗകര്യമനുസരിച്ച് ഈ ഡിജിറ്റൽ വോട്ടർ ID കാർഡുകൾ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഡിജിറ്റലായി തന്നെ സൂക്ഷിക്കുവാനോ സാധിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുവാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുവെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ NVSP എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു റിസൾട്ട് ലഭിക്കും. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് www.nvsp.in. ഇതാണ് നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ. ഈ പോർട്ടൽ ഉപയോഗിച്ചാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ Eepic കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് കൂടാതെ മറ്റുള്ള ചില സൗകര്യങ്ങളും ഈ പോർട്ടൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൗൺലോഡ് Eepic എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ലോഗിൻ സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി NVSP പോർട്ടലിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി ഫിൽ ചെയ്ത് സെൻഡ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 6 അക്ക OTP നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. ആ 6 അക്ക OTP നമ്പർ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് OTP ലഭിച്ചില്ല എങ്കിൽ റീസെൻഡ് OTP എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും OTP ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളായിട്ട് വെരിഫൈ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഐ ഹാവ് ആൻ എപ്പിക് നമ്പർ, ഐ ഡോണ്ട് ഹാവ് ആൻ എപ്പിക് നമ്പർ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ഹാവ് ആൻ എപ്പിക് നമ്പർ എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡിൽ നിങ്ങൾ കാണുന്ന നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. ആ എപ്പിക് നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമെയിൽ IDയും ഒരു പാസ്വേഡും നൽകി നിങ്ങൾക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വിജയകരമായി രജിസ്റ്റർ ചെയ്തു. തുടർന്ന് വരുന്ന ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾ യൂസർ നെയിമായി നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും നിങ്ങൾ നൽകി ക്യാപ്ച ഫോമും കൂടെ ഫിൽ ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ പേര് പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ പേര് മാറ്റുവാനും അതുപോലെ നിങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ അത് ചെയ്യുവാനുമുള്ള സൗകര്യം ഈ പോർട്ടലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ Eepic കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ ഡൗൺലോഡ് Eepic എന്ന ഈ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു സ്ക്രീൻ ആയിരിക്കും തുറന്നു വരുന്നത്. ഇവിടെ നിങ്ങളുടെ വോട്ടർ ID നമ്പറും അതുപോലെ സ്റ്റേറ്റും സെലക്ട് ചെയ്ത് സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നവംബർ 2020 ശേഷം വോട്ടർ ID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തവർക്കാണ് നിലവിൽ ഈ സംവിധാനം ലഭ്യമാകുന്നത്. നിലവിൽ വോട്ടർ ID കാർഡ് കൈവശമുള്ള വോട്ടേഴ്സിന് വൈകാതെ തന്നെ ഈ സൗകര്യം ലഭ്യമായി തീരും എന്നുള്ള ഒരു അറിയിപ്പാണ് NVSP വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൗകര്യം എല്ലാ വോട്ടേഴ്സിനും ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ Eepic കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.